പുതുവത്സരത്തെ വരവേൽക്കാൻ തലസ്ഥാനവും കോവളം, ശംഖുമുഖം, വർക്കല ബീച്ചുകളിലൊക്കെ ജനങ്ങൾ ഒത്തുകൂടുന്നുണ്ട്. ഹോട്ടലുകളിലും വലിയ പരിപാടികളൊക്കെ ഉണ്ട്. കർശന സുരക്ഷ പോലീസിന് സ്വാഭാവികമായിട്ടും ഒരുക്കേണ്ടതുണ്ട്. കാരണം ആളുകളെ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത് പോലീസാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വനനിയമ ഭേദഗതി അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. കാലാവധി നീട്ടിയേക്കുമെന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പം തന്നെ ശിവഗിരി തീർത്ഥാടന സമ്മേളനം കൂടി നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ഇന്നിപ്പോൾ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കൊക്കെ പോകാം. RB സനൂപാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. സനൂപ്, അപ്പോൾ നമുക്ക് 2024 അവസാന ന്യൂസ് മോർണിംഗും അവസാനത്തെ വിഷയമൊക്കെയാണ്. അപ്പോൾ നമ്മൾ 2025 പോവുകയാണ്. ഒരു കലണ്ടർ മാറുന്നു എന്നതിനപ്പുറത്തേക്ക് 2025 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന വർഷമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സനൂപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്താണ് ഈ വർഷത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഈ വർഷം ആലോചിക്കുന്നുണ്ടോ? എനിക്ക് ആകെ ഒരു പ്ലാനേ ഉള്ളൂ. എല്ലാ വർഷവും ഞാൻ നടപ്പിലാക്കുന്ന പ്ലാനാണ് ഗേൾ ഫ്രണ്ട്സുമാരുടെ എണ്ണം കൂട്ടുക, പുതിയ ഗേൾ ഫ്രണ്ട്സുമാരെ റിക്രൂട്ട് ചെയ്യുക. അത് തന്നെയാണ് എൻ്റെ റെസൊല്യൂഷൻ. ജിൽസി, ഓക്കെ, എന്തായാലും സനൂപിന്റെ വൈഫ് ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ ന്യൂസ് മോർണിംഗിന് എന്നല്ല, സനൂപ് ബ്യൂറോയിൽ തന്നെ എത്താനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. സനൂപ്, ഇന്ന് എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആഘോഷങ്ങൾ? ജിൽസി, വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ് തലസ്ഥാന നഗരയിലും ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ ഈ ആഘോഷങ്ങളൊക്കെ തന്നെ നേരത്തെ തുടങ്ങാനുള്ള പ്ലാനിലൊക്കെ തന്നെയാണ് തലസ്ഥാന നഗരം. ഈ കാണുന്ന പോലെ കനകക്കുന്നിൽ നേരത്തെ ഈ ടൂറിസം വകുപ്പിന്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന വസന്തോത്സവം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ കാര്യങ്ങളാണ് 2025 വരവേൽക്കാൻ വേണ്ടിയുള്ള വിവിധ സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വൈകുന്നേരത്തോടു കൂടി നിരവധി ആളുകൾ നഗരത്തിന്റെ ഈ കനകക്കുന്ന് പ്രദേശത്തും അതുപോലെ മ്യൂസിയം പ്രദേശത്തുമൊക്കെ ഒത്തുകൂടി ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ട പരിപാടികളെല്ലാം ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തലസ്ഥാനത്ത് ഈ നഗരം കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ബീച്ചിലൊക്കെയാണ്. ശംഖുമുഖം ബീച്ചുണ്ട്, കോവളം ബീച്ചുണ്ട്, വർക്കല ബീച്ചുണ്ട്. അങ്ങനെ ആ ബീച്ചുകൾ കേന്ദ്രീകരിച്ചും ജനം ഒത്തുകൂടി വലിയ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് പതിവാണ്. ഇത്തവണയും അതിന് ഒരു വ്യത്യാസവുമില്ല. ഈ കോവളത്ത് അവിടെ സ്വദേശികൾ മാത്രമല്ല വിദേശികൾ കൂടി ഒത്തുകൂടുന്ന സ്ഥലമാണ് കോവളവും വർക്കലയും. അപ്പോൾ ഈ രണ്ടിടത്തും വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെയെല്ലാം തന്നെ ഈ വിദേശികളും സ്വദേശികളൊക്കെ ഒത്തുകൂടി ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഹോട്ടലുകളടക്കം വിവിധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. DJ പാർട്ടി അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ നഗരത്തിലെയും അതുപോലെ തന്നെ പ്രാന്തപ്രദേശത്തൊക്കെ ഹോട്ടലുകളിലും വിവിധ DJ പരിപാടി, അതുപോലെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട പ്രത്യേക പാക്കേജ് തരത്തിലുള്ള പരിപാടികൾ ഒക്കെ നടത്തുന്നുണ്ട്. ഇവിടെ KTDCയുടെ മസ്കറ്റ് ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ന്യൂ ഇയർ പാക്കേജ് ആഘോഷങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഒരാൾക്ക് 1500 രൂപയാണ് അവിടെ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി. ഭക്ഷണം, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, ഇതൊക്കെ ആഘോഷിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ചെറിയ ക്ലബ്ബുകൾ, അതുപോലെ വലിയ ക്ലബ്ബുകൾ, അവരൊക്കെ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ട നടപടി ഒക്കെ രാവിലെ തന്നെയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും അതുപോലെ ഈ ലൈറ്റും മറ്റുമൊക്കെ തയ്യാറാക്കിയും ഒക്കെ തന്നെ ആഘോഷിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളിലാണ് നാടും നഗരവും. കർശന സുരക്ഷ ഒരുക്കി പോലീസും ഒരു വശത്ത് നിൽപ്പുണ്ട്. കാരണം ഒരുപാട് പേർ ഒത്തുചേരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി കർശനമായിട്ടുള്ള സുരക്ഷയും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. 1000-ഓളം പോലീസുകാരാണ് നഗരത്തും അതുപോലെ തന്നെ ഈ പറയുന്ന ബീച്ചിലും അവിടെ എല്ലാം തന്നെ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. ഷാഡോ പോലീസിന്റെ സംഘവും ഉണ്ടാകും. അതിനോടൊപ്പമാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തവണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നിരത്തുകളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവർ ആദ്യമേ പറയുന്ന ഒരു കാര്യം, ന്യൂ ഇയർ ആണ്, നല്ലൊരു പുതുവത്സരമാണ്, അതുകൊണ്ട് മദ്യപിച്ച് ദയവ് ചെയ്ത് വാഹനം ഓടിക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയും നിർദ്ദേശവും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ ന്യൂ ഇയർ ഒന്നും നോക്കത്തില്ല, വണ്ടി അടക്കം കൊണ്ടുപോകും, ആളെയും കൊണ്ടുപോകും എന്നാണ് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിട്ടുള്ളത്. ജിൽസി,
തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പ് ചെവിക്ക് തൂക്കി പിടിച്ചു കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആഘോഷങ്ങളിലൊക്കെ അതിര് കടക്കാതെ ഒരു മിതമായ രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടെ എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് സനൂപിനെ പറ്റിയാണ്. കാരണം ഈ ന്യൂ ഇയറിലെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് സനൂപിന് 2025 നല്ല വർഷമായിരിക്കട്ടെ, ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഈ അവസരത്തിൽ കഴിയുള്ളൂ. കാരണം ഭാര്യ ഇത് കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി എന്തൊക്കെ ഉണ്ടായാലും ഞാൻ ഇതിന് ഉത്തരവാദിയായിരിക്കില്ല. സനൂപ് അങ്ങനെ ഒരു നല്ല നല്ല വർഷം കൂടി ആശംസിക്കുകയാണ്. എന്തായാലും നമുക്ക് വീണ്ടും കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി സനൂപ്, വീണ്ടും നല്ലത്. യെസ് അതെ നല്ലത്.